കാണിച്ചു തരുന്നുണ്ട് ആൻവി ആരാണെന്ന് രണ്ടിനും. മനസ്സിൽ ചിലതൊക്കെ മൊഴിഞ്ഞു അവളൊന്ന് ചിരിച്ചു. തീർത്തും പുച്ഛത്തോടെ. ശിവ, ഒന്നും പറ്റിയില്ലല്ലോ അല്ലേ? ചോര പൊടിയുന്ന കൈമുട്ടുമായി മുന്നിൽ നിൽക്കുന്ന ശിവയോട് ഹാനി ചോദിച്ചു. അപ്പോഴും അവളുടെ കണ്ണ് വണ്ടിയിടിച്ചിട്ടും പ്രത്യേകിച്ച് കുറ്റബോധമൊന്നുമില്ലാതെ വേറെ എങ്ങോട്ടോ നോക്കുന്ന അച്ചുവിലാണ്. അല്ലാ, എന്റെ നടുവേ അല്ല എന്റെ കാലേ. ശിവയോട് മാത്രം കാര്യമന്വേഷിക്കുന്ന ഹാനിയുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനെന്നോണം റന കാറിപ്പൊളിച്ചു. എന്നിട്ടും ചെക്കൻ നോ മൈൻഡ്. അവൻ ഇനിയും മൈൻഡാക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവൾ തന്നെ തനിയെ എഴുന്നേറ്റു. എങ്ങോട്ടാ? മറിഞ്ഞു കിടക്കുന്ന സ്കൂട്ടിയെ നേരെയാക്കുന്ന ശിവയോട് അച്ചു ചോദിച്ചു. എങ്ങോട്ടായാലും തനിക്കെന്താ? പെട്ടെന്നുള്ള അവളുടെ മാറ്റത്തിൽ അവനൊന്ന് പതറി. അത് മറച്ചുവെച്ച് അവൾക്ക് നേരെ തിരിഞ്ഞു. ഞാൻ നിന്റെ ബോസാണെന്നല്ലേ? അറിയാടോ. അതൊക്കെ അവിടെ അങ്ങ് ഓഫീസില്. ഇവിടെ താനും ഞാനും ഒക്കെ ഒരുപോലെയാ കേട്ടോ. ഞാൻ നിന്റെ വീട്ടിലെത്തിക്കാം എന്ന് പറയാൻ പോയ അച്ചു അവളുടെ സംസാരം കേട്ട് വാ പൊളിച്ചു. ശിവക്ക് അവൻ തങ്ങളെ വണ്ടി ഇടിച്ചത് ദേഷ്യവും അവൻ അതിനെപ്പറ്റി ഒരു വാക്ക് പോലും ചോദിക്കാത്ത ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്നു. ഡാ, നീ ഈ വണ്ടിയും ഇവിടെയുമായി പിറകെ വന്നേക്ക്. അത്രയും പറഞ്ഞച്ചു വണ്ടിയിൽ കയറി. ഹാനി ഒന്ന് ശിവയെ നോക്കി വിളിച്ചു. അവളുടെ സ്കൂട്ടിയിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. ഹാനി കണ്ണുകൊണ്ട് സിഗ്നൽ കൊടുക്കേണ്ട താമസം റന പിറകെ കയറി. ബൈ മുത്തെ. അവന്റെ പിറകെ കയറിയിരുന്ന് ശിവക്ക് ടാറ്റ കൊടുത്ത് റന കിട്ടിയ അവസരം മുതലെടുത്തു. അവനെ കെട്ടിപ്പിടിച്ചു. അവര് പോകുന്നത് നോക്കി. ഇപ്പൊ ഇവിടെ എന്താ നടന്നതെന്ന് ശിവ ആലോചിച്ചു. ഡി റന, ലവ് യു. ദേഷ്യത്തിൽ വിളിച്ചതും അതും വിളിച്ചു പറഞ്ഞ് അവന്റെ പിറകെ പോകുന്നവളെ നോക്കി ശിവ തറയിൽ ആഞ്ഞു ചവിട്ടി. പല്ലുകടിച്ച് തലതിരിച്ച് നോക്കിയതും എഫ്എമ്മിൽ നിന്നുള്ള പാട്ട് കേട്ട് സ്റ്റിയറിംഗിൽ താളം പിടിക്കുന്ന അച്ചുവിനെയാണ് കണ്ടത്. കേറുന്നെങ്കിൽ കേറാം, ഇല്ലേൽ ഇവിടെ തന്നെ നിന്നോ. ഇപ്പൊ കേറുന്നതാണ് നല്ലതെന്ന് മനസ്സ് പറഞ്ഞതുകൊണ്ട് ദേഷ്യത്തെ പരമാവധി കടിച്ചമർത്തി മുന്നിൽ കയറി. ഗൗരവത്തിലായിരുന്ന അവന്റെ മുഖത്ത് ചിരി പടർന്നു. സോറി. മുന്നിലേക്ക് നീണ്ടുവരുന്ന ടിഷ്യൂ പേപ്പറിനെയും അവന്റെ നാവിൽ നിന്ന് കേട്ടതിനെയും വിശ്വാസം വരാതെ ശിവ നോക്കി. അവളെ നോക്കി സൈറ്റടിച്ച് ചുണ്ടനക്കി വീണ്ടും സോറി പറഞ്ഞു. അച്ചു ഡ്രൈവിംഗിൽ ശ്രദ്ധ കൊടുത്തു. പെട്ടെന്ന് അത് വാങ്ങി മുട്ടിൽ വെച്ച് അവൾ പുറത്തേക്ക് കണ്ണു നട്ടിരുന്നു. അവന്റെ അധരത്തിൽ വിരിഞ്ഞ പുഞ്ചിരി പതിയെ അവളിലും പടർന്നു. ഇവിടെയാണോ താൻ താമസിക്കണേ? സംശയത്തോടെ ഭദ്ര ചോദിക്കുന്നത് കേട്ട് ദക്ഷ ഒന്നവനെ നോക്കി. അവിടമാകെ വീക്ഷിക്കുകയാണ് അവൻ ആരെയോ തിരയുന്ന പോലെ. എന്തേ? ഇവിടം അറിയോ? എന്റെ അല്ല, ഒരു ഫ്രണ്ട് ഇവിടെ താമസിക്കുന്നുണ്ട്, അതാ. ശിവയുടെ കാര്യം അവൻ മറച്ചു പിടിച്ചു സംസാരിച്ചു. തന്റെ കാര്യങ്ങൾ ദക്ഷ അറിയുന്നതിനോട് അവന് താല്പര്യം ഇല്ലായിരുന്നു. ഓ ആണോ? എനിക്കിവിടെ ഒരാളെ കാണണം. അതിനാ ഇവിടെ തന്നെ റൂം എടുത്ത്. പിന്നെ ഞാൻ പോകുക. നാളെ വരാൻ കാറില്ലല്ലോ. ഞാൻ വരണോ? ദക്ഷക്ക് ഒരുപാട് സന്തോഷം തോന്നി ഭദ്ര ഇങ്ങനെ പറഞ്ഞപ്പോൾ. പക്ഷെ അവന്റെ മനസ്സിൽ വരുന്ന സമയം ശിവയെ കാണാമല്ലോ എന്നായിരുന്നു. തിരിഞ്ഞ് കാറിന്റെ അടുത്തേക്ക് പോയി കയറുന്നതിന് മുന്നേ പ്രതീക്ഷയോടെ തിരിഞ്ഞു നോക്കി. പെട്ടെന്ന് തന്നെ അതൊരു നിരാശയിലേക്ക് വഴിതെളിച്ചു. റിവേഴ്സ് എടുക്കാൻ തുനിഞ്ഞതും അവിടെ നിന്നൊരു വണ്ടി ഭദ്രയുടെ വണ്ടിയെ മറികടന്ന് ഉള്ളിലേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു. ഡ്രൈവിംഗ് സീറ്റിൽ അച്ചുവിനെ കണ്ടതും ഭദ്രയുടെ ഉള്ളിൽ ഒരു വെള്ളിടി വെട്ടി. ഉള്ളിൽ ശിവ കാണും എന്ന് അവന്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. അച്ചുവിന്റെ കാർ അവിടെ കൊണ്ട് നിർത്തിയതും ഭദ്രയും ധൃതിയിൽ അവന്റെ കാറിൽ നിന്നിറങ്ങി. എന്താ ബദ്രി, താൻ പോയില്ലേ? റൂമിലേക്ക് പോകാൻ പോയ ദക്ഷ പെട്ടെന്ന് ഭദ്രയെ കണ്ടതും സംശയത്തോടെ ചോദിച്ചു. പക്ഷെ അവന്റെ ശ്രദ്ധ മറ്റൊന്ന് ആണെന്ന് കണ്ട് അവളും നോക്കി. അവിടെ വന്നു നിന്ന മറ്റൊരു കാറിൽ നിന്നും ഇറങ്ങുന്ന അച്ചുവിനെ കണ്ട് ബദ്രി എന്തിനാ അവനെ തന്നെ നോക്കുന്നതെന്ന് സംശയം അവളിൽ വന്നു. എന്തേ ഇറങ്ങുന്നില്ലേ? അച്ചുവിന്റെ ചോദ്യത്തിലാണ് ശിവ ബോധമണ്ഡലത്തിലേക്ക് തിരികെ വന്നത്. ഇത്രയും നേരം തന്റെ മനസ്സ് നൂൽവിട്ട പട്ടം പോലെ ആയിരുന്നു. എന്റെ കൂടെ പോരുന്നുണ്ടോ അതോ എടുത്തിറക്കണോ? ആദ്യത്തെവന്റെ ചോദ്യത്തിന് കണ്ണു തള്ളി വന്നെങ്കിൽ അടുത്ത നിമിഷം അവന്റെ ചോദ്യം കേട്ടൊന്ന് പുച്ഛിച്ചു ശിവ പുറത്തിറങ്ങി. അവൾക്ക് കൈ നല്ല വേദനിക്കുന്നുണ്ടായിരുന്നു. എന്നാലും അത് അച്ചു അറിയാതിരിക്കാൻ അവൾ ശ്രമിച്ചു. പരസ്പരം കണ്ണുകൾ ഇടയ്ക്കിടെ ഇടയുന്നുണ്ടെങ്കിലും പരമാവധി പിടിച്ചു നിർത്താൻ ശിവക്ക് സാധിച്ചു. അപ്പോഴേക്കും റനയും ഹാനിയും എത്തിയിരുന്നു. ഡാ, പോവാം. ഹാനി വന്ന് ചോദിച്ചതും അച്ചു ശിവയിൽ നിന്ന് കണ്ണ് പിൻവലിക്കാതെ തന്നെ തല അനക്കി. സംസാരമൊന്നും കേൾക്കുന്നില്ലെങ്കിലും അച്ചുവിന്റെ ശിവയോടുള്ള നോട്ടവും ചിരിയും ഒന്നും ഭദ്രയ്ക്ക് ദഹിക്കുന്നുണ്ടായിരുന്നില്ല. മുഷ്ടി ചുരുട്ടി ദേഷ്യത്തെ മാക്സിമം കൺട്രോൾ ചെയ്തു നിർത്തിയിരുന്നു അവൻ. അവരോട് യാത്ര പറഞ്ഞ അച്ചുവും ഹാനിയും തിരികെ പോയതും അവൾ പോയ വഴിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് തിരിഞ്ഞ് ശിവ കണ്ടത് തന്നെയും അച്ചു പോയ വഴിയെയും ഉറ്റുനോക്കുന്ന ഭദ്രയെയാണ്. പ്രതീക്ഷിക്കാതെ കണ്ടതുകൊണ്ട് ആദ്യമൊന്ന് പകച്ചെങ്കിലും അവനെ പാടെ അവഗണിച്ചവൾ ഉള്ളിലേക്ക് പോയി. നിറഞ്ഞു വന്ന കണ്ണുകൾ ദക്ഷ കാണാതിരിക്കാൻ അമർത്തി തുടച്ച് അവൾക്കൊരു വരണ്ട പുഞ്ചിരി സമ്മാനിച്ച് ബദ്രിയും പുറത്തേക്ക് നടന്നു. എന്താടി ഇത്? ഇതെങ്ങനെയാ? നീയെങ്കിലും പറയ് റന, എന്താ ഇത്? അല്ലേ, പേടിക്കണ്ട. ഇതൊന്നുമില്ല. വരുന്ന വഴിക്ക് ചെറുതായൊന്ന് വീണതാ. ചെറുതായി വീണതോ? അതാണോ ഇങ്ങനെ ഇവളുടെ കൈ നീര് വന്നേക്കുന്നേ? ശിവയുടെ കൈ തിരിച്ചുമറിച്ചും ആദ്യോടെ ചോദിക്കുന്ന അല്ലിയ റന ഒരു ചിരിയാലെ നോക്കി. എന്റെ പൊന്നല്ലി, എനിക്ക് ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടുത്താ. ശിവയെ അവിടെ ഇരുത്തി അല്ലി അകത്തേക്ക് പോയി.
റന ഇപ്പോഴും അതേ നിൽപ്പ് തന്നെയാ. റന, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? നീ എന്താ ഇങ്ങനെ നിൽക്കണേ? വന്നേ. ശിവ ചോദിച്ചതും റന ഇല്ല എന്ന് തലാനയ്ക്ക് അവളുടെ അടുത്ത് വന്നിരുന്നു. നിന്നെ സ്നേഹിക്കാൻ എത്ര പേരാ ചുറ്റും. അതൊക്കെ ഒരു ഭാഗ്യമാണ് അല്ലേ? അത് പറയുമ്പോൾ റനയുടെ വാക്കുകൾ ഇടറി കണ്ണു നിറഞ്ഞിരുന്നു. ദേ പെണ്ണെ, ഒരുമാതിരി ഊള സംസാരം ഇവിടെ എടുത്താലുണ്ടല്ലോ. നിനക്ക് ആരുമില്ല, നിന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്നൊക്കെ ഇനി എൻ്റെ ചെവികൾക്ക് പറഞ്ഞ നിന്റെ ചെവിക്കെല്ലാം അടിച്ചു പൊട്ടിക്കും. അവളുടെ സംസാരം കേട്ട് റന ചിരിച്ചുപോയി. അപ്പോഴാ അവൾ മറ്റൊരു കാര്യം ഓർത്തത്. പെട്ടെന്ന് തന്നെ ബാഗിൽ നിന്നും ഒരു കവറെടുത്ത് ശിവക്ക് നേരെ നീട്ടി. അത് വാങ്ങി തുറന്നു നോക്കി അവൾ കണ്ണുമീച്ച് റനയെ നോക്കി. ഇത് അച്ചു സാർ ഏൽപ്പിച്ചതാ. നിന്റെ കയ്യിൽ ഡ്രസ് ചെയ്ത് തരണമെന്നും നാളെ ഓഫീസിൽ വരേണ്ടതില്ലെന്നും ആവശ്യമുണ്ടെങ്കിൽ ഏത് രാത്രി വേണമെങ്കിലും വിളിക്കണമെന്നൊക്കെയുള്ള ഇൻസ്ട്രക്ഷൻ തന്ന് കയ്യിൽ ഏൽപ്പിച്ചതാ നിനക്ക് തരാൻ. ഓ, അപ്പോ ഇതിനായിരുന്നല്ലേ ഇടയ്ക്കിറങ്ങിയത്? എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞതുമില്ല മുരടൻ. അത്രയ്ക്കൊന്നുമില്ല മോളെ, ആളൊരു റൊമാൻറ്റിക് ഹീറോയാ. ശിവ മനസ്സിൽ പറഞ്ഞതാണെങ്കിലും റന അത് കേട്ടിരുന്നു എന്നത് അവളുടെ മറുപടിയിൽ നിന്ന് അവൾക്ക് മനസ്സിലായി. ശിവ അത് കയ്യിൽ വാങ്ങി ഒന്ന് നല്ലപോലെ ഇടിച്ചു കൊടുത്തു. അല്ലി വന്ന് അവളുടെ മുറിവ് ക്ലീൻ ചെയ്യുമ്പോഴും അവളുടെ മനസ്സിൽ ഇന്ന് നടന്ന കാര്യങ്ങളായിരുന്നു. അവസാനമായി ബദ്രയെ കണ്ടതിൽ മനസ്സ് കുടുങ്ങി നിന്നു. എന്താടി പെണ്ണെ, ഉറങ്ങാൻ സമ്മതിക്കില്ലേ നീ? മഹി വിമിഷ്ടത്തോടെ ചോദിച്ചു. അപ്പുറത്തു നിന്നും യാതൊരു മറുപടിയില്ല. ദച്ചു, ഹലോ. മഹി, എനിക്കാകെ വിഷമം വരുന്നടാ. എന്തിന്? എടാ അതില്ലേ, ഇന്ന് ശിവയെ കണ്ടു. അയിന് നീയല്ലേ അവളെ കാണണമെന്ന് പറഞ്ഞു പോയത്? ഇപ്പൊ കണ്ടതായോ പ്രശ്നം? ഈ പൊട്ടന്റെ കാര്യം. ദക്ഷ പല്ല് കടിച്ച് ഫോണൊന്ന് ദേഷ്യത്തിൽ ചെവിയിൽ നിന്നെടുത്തു നോക്കി വീണ്ടും കാതോടടുപ്പിച്ചു. എടാ പൊട്ട, അങ്ങനെയല്ല. എനിക്ക് അവൾ ഒറ്റയ്ക്ക് കണ്ട് സംസാരിക്കണമെന്നാ വിചാരിച്ചേ. എന്ന് പറഞ്ഞ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ബദ്രിയുടെ കമ്പനിയിൽ അല്ല എന്നുള്ള രീതിയിൽ. ഞാനും ബദ്രിയുമായി ബന്ധമൊന്നുമില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ ഇന്നവൾ എന്നെ കണ്ടത് ബദ്രിയുടെ കൂടെയാ. അതിപ്പോ ബദ്രിയുടെ കൂടെയല്ല കണ്ടതെങ്കിലും നീ എവിടെയാ വർക്ക് ചെയ്യുന്നതെന്ന് അവൾക്ക് മനസ്സിലാവും. അതെങ്ങനെ? അതില്ലേ തച്ചു, അവളില്ലേ ആ അല്ലി, അവൾ എന്നെ വെറുതെ നിന്റെ കൂടെ കണ്ട് സംശയിക്കണ്ട എന്ന് വെച്ചിട്ട് ഇന്ന് നിന്റെ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടക്ക് അവളോട് പറഞ്ഞായിരുന്നു. വല്ലാത്തൊരു ടോണിൽ തന്നോടിത് പറയുന്ന മയ്യദക്ഷ നല്ലതുപോലെ മനസ്സിൽ സ്മരിച്ചു. ഇപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ കൈകൊണ്ട് തന്നെ അടി വാങ്ങിയേനെ. അപ്പോ ഞാൻ എന്ത് പറഞ്ഞ അവളോട് മിണ്ടാൻ പോവാ? അവളുടെ മനസ്സിൽ ഇനി ബദ്രിയെപ്പറ്റി എന്താവും ചിന്തിക്കുക? ഇനി എന്ത് ചെയ്യും? ദക്ഷ വീണ്ടും ചോദിച്ചതുമായി തലക്ക് കൈവച്ചു. ദച്ചു, മുത്തേ, എൻ്റെ പൊന്നല്ലേ, നിന്റെ ചങ്കൊന്ന് ഉറങ്ങിക്കോട്ടേടി. ബാക്കിയൊക്കെ നാളെ വന്ന് ഞാൻ പറഞ്ഞു തരാം. ഗുഡ് നൈറ്റ് ദച്ചു. ബൈ. തിരികെ ഒന്നും പറയാൻ സമ്മതിക്കാതെ മഹി ഫോൺ വെച്ചു. ദക്ഷ ഇനി എന്തു ചെയ്യും ആലോചിച്ച് ബെഡിൽ ചാഞ്ഞു. ഇടയ്ക്കെപ്പോഴും അവളുടെ കണ്ണ് ചുമരിൽ തൂക്കിയിട്ട് ബദ്രിയിലേക്ക് നീണ്ടു. അതുവരെ മനസ്സിനെ അലട്ടിയ കാര്യങ്ങൾ പാടെ വെടിഞ്ഞവൾ അവളുടേതായ സ്വപ്നലോകത്തേക്ക് ചേക്കേറി. എവിടെ നോക്കിയോടാ? ശിവയെ കൊണ്ടുവിട്ട് തിരികെ വരുന്നതിൻ്റെ ഇടയ്ക്ക് ആരോ അച്ചുവിൻ്റെ കാറിനെ ബ്ലോക്കാക്കി. പെട്ടെന്നായതുകൊണ്ട് വല്ലാത്ത പേടിച്ചു പോയിരുന്നു രണ്ടും. ദേഷ്യത്തിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതും ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ബദ്രിയെയാണ് കണ്ടത്. അച്ചുവിന് ദേഷ്യം വന്നു. എന്നാലും അതിനേക്കാൾ പതിന്മടങ്ങ് ദേഷ്യത്തിൽ ബദ്രി വണ്ടിയിൽ നിന്നിറങ്ങി അച്ചുവിൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചു. ഒരു കാരണവുമില്ലാതെ തനിക്ക് നേരെ കൈയുയർത്തിയവനെ കണ്ട് ആദ്യം ഞെട്ടിയെങ്കിലും ഞൊടിയിടയിൽ അവനെ പിന്നിലേക്ക് തള്ളി. തെണ്ടിത്തരം കാണിക്കുന്നു. തെണ്ടിത്തരം കാണിച്ചതേ ഞാനല്ല, ദേ ഇവനാ നിന്റെ കൂട്ടുകാരൻ. വീണ്ടും അച്ചുവിന് നേരെ പാഞ്ഞെടുത്ത ബദ്രിയെ പിന്നിലേക്ക് മാറ്റി നിർത്തി ഹാനി ചോദിച്ചതും അതേ ദേശത്തിൽ തന്നെ ബദ്രി മറുപടി കൊടുത്തു. ഞാൻ എന്താടാ അതിനുവേണ്ടി കാണിച്ചേ? അച്ചും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അവന് നേരെ വീണ്ടും അടുത്തുകൊണ്ട് ചോദിച്ചു. രണ്ടിൻ്റെയും ഇടയിൽ ഹാനി നന്നായി പെട്ടുപോയിരുന്നു. ബദ്രി വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. നിങ്ങൾ തമ്മിൽ പറയത്തക്ക പ്രശ്നമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പോൾ ഈ പ്രശ്നത്തിന് കാരണവും എനിക്കറിയില്ല. എന്താണേലും രാവിലെ പറഞ്ഞു തീർക്കാം. ഇപ്പോൾ നീ പോവാൻ നോക്ക്. ബദ്രി കുടിച്ചിട്ടാണ് മുന്നിൽ നിൽക്കുന്നതെന്ന രീതിയിലാണ് ഹാനി സംസാരിച്ചത്. മാക്സിമം അവനെ പറഞ്ഞുവിടാൻ നോക്കിയെങ്കിലും അവൻ അടങ്ങിയില്ല. അച്ചു അവനെ തുറച്ചു നോക്കി തിരികെ വണ്ടിയിൽ കയറാൻ നിന്നപ്പോഴാണ് ബദ്രിയുടെ വാക്കുകൾ കാതിൽ പതിഞ്ഞത്. അച്ചു കേട്ടത് തന്നെയാണോ പറഞ്ഞതെന്നറിയാൻ വേണ്ടി അവനൊന്നുകൂടി ബദ്രിയെ നോക്കി. ശിവ, അവൾ എൻ്റെ പെണ്ണ, ഈ ബദ്രിയുടെ പെണ്ണ്. അതുകൊണ്ട് അവളെ കാണുമ്പോഴുള്ള നിന്റെ പെരുമാറ്റത്തിൽ അല്പം മാറ്റം വരുത്തിക്കോ. അവൾ എൻ്റെ ഭാര്യ. അതുവരെ അടങ്ങി നിന്നിരുന്ന അച്ചു ബാക്കി പറയുന്നതിന് മുന്നേ കാറ്റുപോലെ പാഞ്ഞു വന്ന് ബദ്രിയെ കാറിനോട് ചേർത്ത് നിർത്തി. അച്ചുവിന്റെ കൈ ബദ്രിയുടെ കഴുത്തിൽ മുറുകുന്നുണ്ടെങ്കിലും കണ്ണിലെ ദേഷ്യത്തിന് അല്പം പോലും ശമനമില്ലായിരുന്നു രണ്ടുപേരിലും.